പടത്തിന്റെ ആ ഒരു സ്ക്രിപ്റ്റ്, അതുപോലെ മേക്കിങ് എല്ലാം സൂപ്പർ, ഒരു രക്ഷയില്ല. നമുക്ക് ഒരു പഴയ ലാലേട്ടൻ എങ്ങനെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അതിനപ്പുറം നമുക്ക് കിട്ടും. പുലിമുരുകനാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ ഒപ്പം, ദൃശ്യം തുടങ്ങി നമ്മൾ കണ്ടുപോയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടനുണ്ട്. ആ ലാലേട്ടനെയാണ് നമുക്ക് തരുൺമൂർത്തി തുടരുന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പടത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൂടുതലൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല, സ്പോയിലറായിപ്പോവും. അപ്പം ഇന്ന് ഈ ഇന്ത്യയിലല്ല, നമ്മൾ ഈ കേരളത്തിൽ തന്നെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പടത്തിന്റെ പ്രമേയമായിട്ട് അവർ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ കേരളത്തിൽ കടന്നുപോയ ഒരു സംഭവം, അതൊക്കെയാണ് ഈ പടത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ പടത്തിന്റെ ഒരു കഥ ബേസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ എന്താണ് പറയണ്ടത്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ. ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ എന്താകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് പടം കണ്ടു തീരുമ്പോൾ തോന്നുന്നത്. പടത്തിന്റെ ആ ഒരു 2.25 മണിക്കൂറുണ്ട് ഈ പടം. പക്ഷെ പടം ഒന്ന് പോകുമ്പോൾ നമ്മളായിരിക്കും തീരല്ലേ